പെണ്ണി പറഞ്ഞു നിങ്ങളൊരു അടിപൊളി സ്ഥലം കാണിക്കാം കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ഭംഗി, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴൊരു ചെറിയ ഭംഗിയൊക്കെ ഉണ്ട്. മൊത്തം കാടാണ്, കാട് മല ഓക്കെ. ഇങ്ങനെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. സത്യം പറയാലോ മടുത്ത്. ആന ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും വ്ളോഗായിരിക്കും അല്ലേ. അതെ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതെ, അതിനപ്പുറത്തോട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് എപ്പോഴും പറ്റില്ല. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഭാഗ്യമില്ലെങ്കിലും ആനനെ കാണാം. അതെ, ആന ഉണ്ടാവുന്ന വഴി. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇത് ആനയുള്ള വഴിയാണ്. പക്ഷേ ഇന്നിവിടെ ആന ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആനയും കാണാം. ഞങ്ങൾ ഓടും. ഓടുന്നതിനിടയിൽ ഫോൺ എടുക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അവസാനത്തെ പോകായിരിക്കും. അതെ, ഇത് കോൺക്രീറ്റ് റോഡാണ് താഴെ കൂടിയുള്ളത്. ഇത് നമ്മുടെ മറ്റേ ഒരു ഷോർട്ട് കട്ട്. ഈ വഴിയില്ല. അയ്യോ, അപ്പൊ നമുക്ക് ഇതിൽ കൂടി പോകാൻ പറ്റില്ല. ഓ, ഞാൻ അതറിഞ്ഞില്ല ഗൈസ്. നിങ്ങൾ കുറച്ച് നാളായി നാട്ടിലോട്ടൊക്കെ വന്നിട്ട് കേട്ടോ. ഇതിൽ കൂടെ തന്നെ പോണോ? ഇത് പക്ഷെ ചുറ്റല്ലേ. ഓക്കേ, ഇത് വേറൊരു നമ്മുടെ തന്നെ ഇടത്തോട്ട് പോകുന്ന വേറൊരു വഴിയാണ് കേട്ടോ. അത് അങ്ങോട്ട് അപ്പുറത്തുള്ള ഭാഗത്തോട്ട് പോകുന്ന വഴിയാണ്. അതെ, ഓക്കെ. ഇവിടെ റോഡ് പണി നടക്കുന്നതിൻ്റെ ആണ് കേട്ടത്. റോഡ് പണി കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കിട്ടും. അപ്പം ആദ്യം വരെ ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ആദ്യം അങ്ങോട്ട് ചെയ്യാനുണ്ട്. ഇതേ കണ്ടോ, ഇവിടം വരെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളൊക്കെ സംബന്ധിച്ച് നമ്മൾ വർഷങ്ങളായിട്ട് ഒരു റോഡില്ലാണ്ട് കിടക്കുകയായിരുന്നു. ഇപ്പം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കൊക്കെ നടന്നു വരുന്നുണ്ട്. കൊള്ളാം. സൗണ്ട് കേൾക്കുന്നുണ്ടോ? തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ. അതെ, പറത്തി കളിക്കുന്ന മറ്റേ സാധനം പഞ്ഞി. യെസ്, പഞ്ഞി 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 കണ്ടോ. വെയിലില്ലാത്തത് കൊണ്ടും ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടും റോഡ് അപ്പം അതിങ്ങനെ കോൺക്രീറ്റ് ചെയ്തതുകൊണ്ടും നടക്കാൻ നല്ല സുഖമുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. ആ കോൺക്രീറ്റ് ചെയ്ത സമയത്ത് നടന്നതാവും അല്ലേ. ഇങ്ങോട്ട് നടന്നിട്ടങ്ങ് തീരുന്നില്ലല്ലോ അല്ലേ. ആ ഇല്ല, ഇനി കുറച്ചും കൂടി ഇല്ലല്ലോ. ഇനി അതിന് അങ്ങേറ്റം വരെ ഈ റോഡായതുകൊണ്ട് നടക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. ആനയെ കണ്ടില്ല ഗൈസ്. ആനയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഭാഗ്യമല്ല കേട്ടോ, ആനയെ കണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിനുള്ള സമയമൊന്നും കിട്ടി. ഇതാണ് നമ്മുടെ ഇവിടെയും പെരിയാർ ടൈഗർ റിസർവിലോട്ട് ടൂറിസ്റ്റ് വരത്തില്ലേ. അപ്പോൾ അവർ ഇവിടെ ഒരു മല കയറും. അതായത് മാനമുട്ടി മല എന്ന് പറയും. ഇത് ഇവിടുത്തെ ഏറ്റവും ഹൈയസ്റ്റ് ഒരു വ്യൂ പോയിന്റ് കിട്ടുന്നൊരു സ്പേസാണ് കേട്ടോ അത്. അപ്പം ഇത് ആക്ച്വലി ഇതിൽ ഏതാണെന്ന് അറിയില്ല. കാരണം നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴേ കുറേ എല്ലാം ഒരു സെയിം ഹൈറ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഞാനും കയറിയിട്ടുണ്ട് പണ്ട്. നമ്മൾ പണ്ട് മറ്റേ SPCD ഇതിൽ ക്യാമ്പിന് വന്നപ്പോഴേ എൻ്റെ പിള്ളേരുടെ കൂടെ തന്നെ ഞാൻ ആ മല കയറാൻ പോയിട്ടുണ്ട്. എന്നാ പിള്ളേർ എൻ്റെ വീട്ടിലൊക്കെ വന്നായിരുന്നടി. അല്ലേ, ഒരു ഓട്ടോ വരുന്നുണ്ട്. ആ ഓട്ടോ നമുക്ക് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. ഓട്ടോ അല്ലേ, ബൈക്കാണോ? ഓട്ടോയാണ്. പിന്നെ എന്ത് സൗണ്ട് കേൾക്കണേ. ഇതാണ് ഡോർമെട്രി കേട്ടോ. ഇവിടെ ഇതിനുള്ളിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട്. ഫ്രെയിം പോലത്തെ ഇതൊക്കെ ഉണ്ട്. ഇവിടെ റൂമൊക്കെ എടുക്കും. പുറത്തുനിന്ന് ടൂറിസ്റ്റൊക്കെ വരുമ്പോൾ ഇവിടെ സ്റ്റേ അടിക്കാറുണ്ട്. 14 12 ഇനി പൈസ വരും പോലും നിങ്ങളുടെ കയ്യിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ പൈസ തീർന്നു. അതങ്ങനെ പറയും. സാലറി വരും, സാലറി പോകും. നമ്മളത് നോക്കിയിരിക്കാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ടിട്ടോന്ന് അറിയില്ല. ഇതിനെന്താ പറയാ, നമ്മള് സോളാർ വേലി. അതെ, ഫെൻസിങ് എന്നും നമ്മൾ പറയും. ഓക്കെ, ഓ സോറി, ഫെൻസിങ്, സോറി. പെട്ടെന്ന് ഇതിനാണ്. അതെ, ഇതല്ല കേട്ടോ. ഇത് കരിഞ്ഞിരിക്കും. ഇതിനെ തൊട്ടാ ഇത് കരിഞ്ഞിരിക്കും. ഇതിന് കരണ്ട്.
ഒരു അടിപൊളി പൂ കാണിക്കാം. സീരിയസ്, അത് ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഭയങ്കര ഭംഗിയല്ല, അതിന്റെ കളറ് ഭയങ്കര രസമാണ്. ഇത് ഈ നിൽക്കുന്ന ഇതിലൊക്കെ ചില അത് ഉണ്ടാവും. ഇതേ ഇത് പക്ഷെ അടുത്ത് കാണത്തില്ല. അടുത്ത് കാണണമെങ്കിൽ ഞങ്ങൾ ആ കാട്ടി കയറണം. എനിക്ക് കാട്ടി കയറാൻ വയ്യ. എവിടെ? ഇതിപ്പോ ഞാൻ കാണിക്കാൻ വേണ്ടിട്ട് കാട്ടി കയറണ്ട. ഈ പെണ്ണി ഒക്കെ കളർ ഭയങ്കര ഇഷ്ടമാണ്. നിമ്മി വല്ല പാമ്പോ എന്തേലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെടുട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിങ്ങനെ കുറേ നിൽക്കും. ഇത് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. പക്ഷെ എനിക്ക് കയറാൻ വയ്യാത്തതുകൊണ്ട് ഇത്രയും കണ്ടാൽ മതി. ഓക്കെ, ഓട്ടോ കിട്ടിയിട്ടോ. ഞങ്ങൾ ആ ഓട്ടോയിലാണ് പോകുന്നത്. ഓ നന്നായി. അവിടെ ആ പൂപ്പൻ നിന്ന് കുടിക്കുകയായിരുന്നു. റിസർവിന്റെ ചെക്ക് പോസ്റ്റ് കേട്ടോ. റിസർവിന്റെ ഞങ്ങൾ താമസിക്കുന്ന പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിലാണ്. യെസ്, നമുക്ക് വേണ്ടിയതാണ്.